നമസ്കാരം. ഇന്ത്യ ഗവൺമെൻറ്റും റിസർവ് ബാങ്കും ചേർന്ന് ഇന്ത്യയിൽ പുതിയ നിയമം ഏപ്രിൽ 1 മുതൽ നടപ്പാക്കി തുടങ്ങി. ആ വിവരം നിങ്ങളെല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ സാധാരണപ്പെട്ട നമ്മളെ ബാധിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അത് എല്ലാമൊന്നും നിയമങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കുറച്ച് നിയമങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഏറ്റവും അധികം നേരിട്ട് ബാധിക്കുന്ന ഒരു നിയമം അതിലുള്ളതെന്ന് പറഞ്ഞാൽ ATMുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോവൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പണം ഇല്ലാതെ വരുവാണെങ്കിൽ, അല്ലെ ആ ഒരു ട്രാൻസാക്ഷൻ പരാജയപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ പിഴ ഈടാക്കുന്നതാണ്. ബാങ്കുകൾ ഒരു 20 രൂപ മുതൽ 25 രൂപ വരെ ഏകദേശം പിഴ നമ്മളെ ഈടാക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ മൊബൈലിൽ നമ്മൾ ബാലൻസ് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ATM വഴി ഇനി പണം എടുക്കുവാൻ ശ്രമിക്കാവുള്ളൂ. ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് പണമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു പിഴ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പിടിക്കുന്നതാണ്. അത് നിങ്ങൾ പിന്നീട് അക്കൗണ്ടിൽ പണം ഇടുമ്പോഴായിരിക്കും അത് പിടിക്കുന്നത്. നേരത്തെ ഇങ്ങനെയൊരു ഇതില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു നിയമമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ നമുക്ക് 3 ട്രാൻസാക്ഷൻ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഒരു SBIയുടെ അക്കൗണ്ട് ആയിരുന്നെങ്കിൽ SBIയുടെ ATMിൽ നിന്ന് തന്നെ നമുക്ക് 3 പ്രാവശ്യം വിഡ്രോവൽ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഒരു 2 പ്രാവശ്യം അനദർ ബാങ്കിൽ നിന്ന് മറ്റേതെങ്കിലും ATM മെഷീൻ വഴി നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ QR കോഡ് സ്കാൻ ചെയ്തും നമുക്ക് ATMിൽ നിന്ന് പണം വിഡ്രോ ചെയ്യായിരുന്നു. ഇപ്പോൾ ആ ഒരു സംവിധാനം ഇല്ല. ഇനി QR കോഡ് സ്കാൻ ചെയ്ത് എടുക്കുമ്പോഴും ഈ ഒരു ATM ട്രാൻസാക്ഷനായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നമുക്ക് മൊത്തം ഫ്രീ ആയിട്ടുള്ള ഇപ്പോൾ ഒരു 3 എണ്ണം ആണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ ഇതും കണക്കാക്കും. അങ്ങനെ ഒരു നിയമം കൂടെ വന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധിയില്ലായിരുന്നു. QR കോഡ് സ്കാൻ ചെയ്ത് എന്തേരം വേണമെങ്കിലും അങ്ങനെ എടുക്കാമായിരുന്നു. ആ ഒരു നിയമം ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു നിയമം നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കണം. എന്ന് വെച്ചാൽ ഇതനുസരിച്ച് വേണം നിങ്ങൾ ഇനി ട്രാൻസാക്ഷനുകൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പണം വളരെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു നിയമം കൂടെ നമ്മളെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ സീറോ ബാലൻസ് അക്കൗണ്ടാണ്. നമുക്ക് നേരത്തെ എത്ര വേണമെങ്കിലും സീറോ ബാലൻസ് അക്കൗണ്ടുകൾ പല ബാങ്കിനെ നമുക്ക് എടുക്കാമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറ്റത്തില്ല. ഇനി പുതിയ നിയമം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഒരു പുതിയ നിയമം വന്നതിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സീറോ ബാലൻസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചാർജുകളോ കാര്യങ്ങളോ ഒന്നും ഈടാക്കുന്നില്ല. ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഈ ഒരു പുതിയ നിയമം കൊണ്ട് നമുക്കുണ്ടാകുന്നത്. മറ്റൊരു നിയമം വന്നെന്ന് പറഞ്ഞാൽ പാൻ കാർഡ് സംബന്ധിച്ചാണ്. നേരത്തെ നമുക്ക് പാൻ കാർഡ് എടുക്കാൻ വേണ്ടി ആധാർ കാർഡ് നൽകിയാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പുതിയ നിയമപ്രകാരം പാൻ കാർഡ് എടുക്കാൻ വേണ്ടി നമ്മുടെ SLC ബുക്കോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ജനന തീയതി തെളിയിക്കാനായിട്ട് നൽകേണ്ടി വരും. അതാണ് മറ്റൊരു നിയമം നമ്മൾക്ക് വന്നിരിക്കുന്നത്. അത് ജനങ്ങളെ വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും ഇപ്പം SLC ബുക്കോ പാസ്പോർട്ടോ ഒക്കെ കൈ കാണണമെന്നില്ല. പുതിയ ഒത്തിരി പേര് എടുക്കാനൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അതൊരു പ്രശ്നമായിട്ട് ബാധിക്കും. ഇപ്പോൾ പുതിയ പിള്ളേർക്കൊന്നും പ്രശ്നമല്ല, എന്നാലും പഴയ എടുക്കാത്തവർക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും ബോംബഴികളുണ്ടോ എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് മറ്റൊരു നിയമം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദേശീയപാതകളിലുള്ള ടോൾ പാസുകളിലാണ്. നേരത്തെ നമ്മൾ ടോൾ പാസുകളിൽ കൂടെ ടോൾ കൊടുക്കാൻ നേരത്ത് നമുക്ക് പണമായിട്ട് നൽകാമായിരുന്നു. ഇനി മുതൽ അത് സാധിക്കത്തില്ല. ഫുൾ ഡിജിറ്റലായിട്ടുണ്ട്. അതായത് ഒന്നെങ്കിൽ നമ്മൾ ഫാസ്ടാഗ് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ വഴിയോ മാത്രമേ നമുക്ക് പണം നൽകുവാൻ സാധിക്കത്തുള്ളൂ. അതും വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മളെ സാധാരണപ്പെട്ട ജനങ്ങൾക്കും അതുപോലെ ഡ്രൈവർമാർക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ അത് ഫാസ്ട്രാഗ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അക്കൗണ്ടിൽ പണം വേണം. കയ്യിൽ പണം ഉണ്ടായിട്ട് കാര്യമില്ല. അതൊക്കെ അക്കൗണ്ട് വഴി മാത്രമേ ഇനി ട്രാൻസാക്ഷനുകൾ നടക്കത്തുള്ളൂ. അപ്പോൾ അതും പുതിയ നമ്മളെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളാണേലും ദേശീയപാതകളിലൂടെ ഇനി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വേണം. കയ്യിൽ നിങ്ങൾക്ക് നേരത്തെ പോലെ പൈസ കൊടുത്ത് ടോൾ കൊടുത്തുകൊണ്ട് പോകാൻ ഇനി മുതൽ സാധിക്കത്തില്ല. പിന്നെയുള്ളൊരു മാറ്റമെന്ന് പറഞ്ഞാൽ, കേന്ദ്ര ആദായ നികുതിയുടെ കാര്യത്തിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരാശ്വാസം നൽകുന്ന ഒരു മാറ്റം വന്നിട്ടുണ്ട്. 60 വർഷം പഴക്കമുള്ള നിയമം മാറ്റി
പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 നിലവിൽ വന്നു. ഇത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്തയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷത്തിൽ 12 ലക്ഷം രൂപ വരുമാനം ഉള്ള ഒരു വ്യക്തിക്ക് ഇനി മുതൽ ഇൻകം ടാക്സ് നൽകേണ്ടതില്ല. നേരത്തെ നൽകേണ്ടി വരുമായിരുന്നു. അങ്ങനെയുള്ളൊരു നിയമം എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ഇനി മുതൽ ഇൻകം ടാക്സ് നൽകേണ്ടതില്ല. കൂടാതെ മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് റിട്ടേൺസ് നിങ്ങൾ ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താൻ വേണ്ടി ഇനിയും 12 മാസം സമയമുണ്ട്. അതിൽ നിങ്ങൾ ആദ്യത്തെ 9 മാസം കഴിഞ്ഞാണ് തെറ്റ് തിരുത്താൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു തുക പിഴ നൽകേണ്ടി വരും. ഇങ്ങനെയൊരു നിയമം കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ സാധാരണപ്പെട്ട കുറച്ച് ജനങ്ങളെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കുന്നവർ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. വേറെയും പുതിയ നിയമങ്ങളൊക്കെ കുറച്ചും കൂടെയൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളെ സാധാരണപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഇപ്പം വിദേശത്തൊക്കെ ടൂറൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു TCS ടാക്സ് ഒക്കെ നമ്മൾ ഒരു 2% കൊടുക്കണം. അതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്വർണത്തിന് ബോണ്ട് വാങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കാം. നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഇപ്പം ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 12 ലക്ഷം രൂപ വരെ സാലറി വാങ്ങുന്ന ഒരാൾക്ക് ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളത് അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ജനങ്ങളെ നേരിട്ട് ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഈ ടോൾ പാസ്സായാലുള്ള കാര്യങ്ങൾ, ടോൾ കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ATM ഉപയോഗിച്ച് പണം പ്രായമുള്ളവരും ഒക്കെ കാണുമല്ലോ, അല്ലെ ATM ഒക്കെ യൂസ് ചെയ്യാനും മൊബൈൽ യൂസ് ചെയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇനി തൊട്ടാൽ എല്ലാം ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ ATM വഴി നമ്മൾ പണം വിഡ്രോ ചെയ്യുന്ന കാര്യവും അതുപോലെ ഇപ്പോൾ ഓരോ നിയമങ്ങൾ ഇങ്ങനെ കർശനമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ടുകൾ ATMിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ മേലാത്ത അവസ്ഥ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബാങ്കിന് നമ്മൾ ഒരു ഇതായിട്ട് പലിശയായിട്ട് അതിൻ്റെ ഓരോ ട്രാൻസാക്ഷൻ ഫീസായിട്ട് ഒരു 20 രൂപ മേളിൽ വെച്ച് നമ്മുടെ പിടിക്കാമെന്ന് പറയുമ്പോൾ ഒന്നാലോചിക്കുക. ചെറിയ എമൗണ്ടുകളൊക്കെ വെച്ച് ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്നവരൊക്കെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിയമങ്ങളൊക്കെ നമ്മളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വിഷയം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുക്കെ ഇതൊരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. പിന്നെ 2 ദിവസം മുമ്പ് ഇടേണ്ട വീഡിയോ ആയിരുന്നു. വളരെയധികം പനിയായിട്ട് സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി വൈകിയത്. കുറച്ച് പേര് കമൻ്റൊക്കെ എഴുതി ചോദിച്ചായിരുന്നു, എന്തിയെ ജീവനോടില്ലേന്നൊക്കെ. ജീവനോടെ ഉണ്ട്, പനിയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെയിരിക്കും. ബൈ.